ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നൊരു കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചിക്കൻ കാഷ്യൂ കറിയാണ് വെക്കാൻ പോകുന്നത്. ചിക്കൻ കാഷ്യൂ ഒരു മസാലയായിട്ട് വെക്കാൻ പോവുക കേട്ടോ. ചിക്കനെല്ലാം നല്ലപോലെ കഴുകിക്കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സവാള, ഞാനൊരു 4 സവാള, ചെറിയ 4 സവാള ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അരഞ്ഞിട്ടുമില്ല ചതഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പരുവത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ തക്കാളിയും മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ഞാനൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളിത്തണ്ട്, പിന്നെ ഉള്ളിത്തണ്ടിൻ്റെ ആ വെള്ള ഭാഗം, പിന്നെ നമുക്ക് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി കസ്തൂരി മേത്തി വേണം, കസ്തൂരി മേത്തി. പിന്നെ നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചതച്ച് വെച്ചത്, പിന്നെ ഗ്രാമ്പൂ പട്ട, ഇത്രയും സാധനം നമുക്ക് വേണം. നമുക്ക് കറി വെക്കാം. പാൻ അടുപ്പിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പട്ട ഗ്രാമ്പ് എല്ലാം ഇട്ട് കൊടുക്കാം. ഏലക്ക ഒരു 4-5 ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ആ ചെറിയ ഉള്ളിത്തണ്ടില്ല, ഉള്ളിത്തണ്ടിൻ്റെ വെള്ള അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് വറുക്കാം. നമുക്ക് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി അരച്ചങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി അരച്ച് വെച്ചേക്കുന്നത് അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, ഉള്ളി അരച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കുറച്ചൊന്ന് വെള്ളം പറ്റുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചിയും വെളുത്തും കൂടെ ചതച്ച കൂടെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇട്ട് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തേക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇതിനെ വെള്ള ഉള്ളിയുടെ ഒന്ന് പറ്റുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ സവാള നമ്മൾ വഴറ്റാൻ വെച്ച് കണ്ട നോക്കിക്കേ, ഏറെക്കുറെ നല്ലപോലെ കണ്ട, ഒട്ടും വെള്ളമൊന്നുമില്ല കണ്ട വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി പിന്നെ മല്ലിച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്കെല്ലാം കൂടെ വീണ്ടും ഇതുപോലെ തന്നെ വഴറ്റണം. നോക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നല്ലപോലെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, വെള്ളമെല്ലാം പറ്റി ചെറുതായിട്ട് എണ്ണയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുത്തേക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇച്ചിരി ഗരം മസാലയും ഒരു ചിക്കൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ മസാലയുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി മിക്സാക്കാം. എന്നിട്ട് കണ്ട വെള്ളമൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ ഒട്ടും ചേർത്തിട്ടുമില്ല. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇനി ചിക്കൻ വാരിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എല്ലാം കൈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കണ്ട ഈ റെസിപ്പി എൻ്റെ നാത്തൂൻ്റെ കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ പെങ്ങൾ. അവൾ പണ്ടൊരു ദിവസം എനിക്ക് വെച്ച് തന്നായിരുന്നു. പിന്നെ അവൾ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത് മിക്കപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നിങ്ങൾക്കിതൊന്ന് നോമ്പ് മുറിക്കാനായിട്ട് വെച്ച് തരാമെന്ന് കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മുടെ ഈ കറിയുടെ കളറ് കണ്ടോ നിങ്ങൾ? ഓക്കെ, കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ്. നമ്മുടെ കറിയുടെ കളറൊക്കെ കണ്ടോ? പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കറിവേപ്പില ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുവാണേ. ഈ കറിവേപ്പില എപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇളക്കി മൂടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് അത് വേകണം. തീ അങ്ങ് കുറച്ചങ്ങ് വെച്ച് കൊടുത്തിട്ടാൽ മതി കേട്ടോ. ഉണ്ടോ? ഇനി അടപ്പ് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സിമ്മിലിട്ടങ്ങ് വേവിക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ അണ്ടിപ്പരിപ്പ് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് അരയ്ക്കുന്നത് കേട്ടോ. കണ്ടോ? നമ്മളിതുവരെ കറിക്ക് നമ്മൾ പെരിഞ്ജീരകം ചേർത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ പെരിഞ്ജീരകം ഇങ്ങനെയാണ് ചേർക്കുന്നത്. അപ്പോൾ അവസാനം ആകുമ്പോൾ ആ പെരിഞ്ജീരകം കൂടെ ചേർക്കുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ കറിക്ക്. ഓക്കെ, പച്ചമുളക് പറഞ്ഞില്ലായിരുന്നല്ലോ. നമുക്ക് പച്ചമുളകും കൂടെ അങ്ങിട്ട് കൊടുത്തേക്കാം. ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉള്ളി ഇലയും കൂടെ നമുക്ക് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ,
ഇനി അതെല്ലാം കൂടെ ഒന്ന് വെന്തോട്ടെ. കണ്ടോ നമ്മളെ കറി, കണ്ടോ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാത്ത കറിയാണ്. നോക്കിക്കേ എത്ര വെള്ളം ഉണ്ടോ നോക്കിക്കേ. കണ്ടോ ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. പിന്നെ ഇപ്പം നമ്മൾ അരച്ച് വെച്ചേ ആ അണ്ടിപ്പരിപ്പില്ലേ, അതൊക്കെ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുക. കണ്ടോ അണ്ടിപ്പരിപ്പും പെരിഞ്ജീരകവും കൂടെ ഞാൻ അരച്ചത് കേട്ടോ, നല്ല കുറുകുറാന്ന് അരച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി നോക്കിക്കേ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ പുറത്തിട്ട് വന്നുകൊണ്ട് ശകലം മാത്രം. ഇനി ഇച്ചിരി ഗരം മസാല ശകലം മാത്രം. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഉള്ളിത്തണ്ട് ഉണ്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച്, ഇതുവരെ നമ്മൾ സിമ്മിലാണ് വെച്ചിരുന്നത്. ഇനിയിപ്പം നമ്മൾ തീ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കാൻ പോവുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 മിനിറ്റും കൂടെ അത് മൂടി വെച്ച് വേവിക്കണം. നമ്മുടെ ചിക്കൻ അങ്ങനെ എല്ലാം വെന്തിട്ടുണ്ട് കണ്ടോ, നോക്കിക്കേ. ഇതെല്ലാം ഇനി നമ്മൾ മിക്സ് ആക്കുന്നേ ഉള്ളൂ. കണ്ടോ ഇപ്പം ഇതെല്ലാം കൂടെ വെന്തങ്ങ് നല്ലപോലെ ചേർന്ന് ഒന്ന് മിക്സാക്കി നമുക്ക് ഇളക്കി കൊടുത്ത് ഇറക്കാൻ കറി കേട്ടോ. കണ്ടോ നമ്മുടെ കറിയുടെ സ്റ്റൈൽ കണ്ടോ, ഒരു കുറുമയുടെ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്. നോക്കിക്കേ ഇതാണ് ചിക്കൻ കാഷ്യൂ മസാല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കാഷ്യൂ തന്നെയാണ് കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്തേക്കണം. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ കറി എല്ലാമായി. നമുക്ക് കറി ഇറക്കി വെക്കാം. എല്ലാവരും വായോ കഴിക്കാനായിട്ട്. നോമ്പ് മുറിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റിട്ട് എല്ലാവരും പറയണം. കറിയെല്ലാം വെച്ച് നോക്കിയിട്ടില്ല, വെച്ചിട്ട് പറയണം കേട്ടോ. ആരും വെക്കാതിരിക്കല്ലേ. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അത്രയും ടേസ്റ്റ് എന്ന് വെച്ചാൽ കിച്ചൺ നിറയെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. നമ്മൾ അരിപ്പ് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ മണം അങ്ങ് വന്നായിരുന്നു മൂത്തപ്പം. അപ്പോൾ പിന്നെ ചിക്കനും കൂടെ ഇട്ട് കറിയായപ്പോൾ പിന്നെ പറയേ വേണ്ട കേട്ടോ. അടിപൊളിയൊക്കെ നോക്കിക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ. ഓക്കെ, ബൈ, ടാറ്റാ.